പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് ബ്ലഡ് ലൈൻ്റെതായി നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് നടക്കാൻ പോകുന്ന സമ്മർ സ്ലാം എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെയിൻ ഇവൻ്റ് മത്സരത്തിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ട്രൈബൽ ചീഫായ സോളോ സിഗോവയ്ക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ആ മത്സരത്തിൽ ചെറിയൊരു സ്റ്റിപ്പുലേഷൻ ഏഴിച്ചിട്ടുണ്ട്. ബ്ലഡ് ലൈൻ റൂൾസ് ആണ് ആ ഒരു മത്സരത്തിന് ഉണ്ടായിരിക്കുക. ഈ ബ്ലഡ് ലൈൻ റൂൾസിലൂടെയുള്ള ഒരു മത്സരമാണ് നമുക്ക് റസൽമേനിയ 40 മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. അതായത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ സമാനമായ മത്സരമായിരിക്കും. ആർക്ക് വേണമെങ്കിലും ഇൻ്റർഫിയറൻസ് നടത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് സമ്മർ സ്ലാമിലെ മത്സരത്തിൽ അത്തരത്തിലുള്ള ഒരു അഡീഷൻ ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ ഓപ്പണിംഗ് സെഗ്മെൻറ്റിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് പുതിയ WWE ടാഗ് ടീം ചാമ്പ്യന്മാർ വിജയിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന DIY എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ ടമടോങ്ക, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം കണ്ടിരിക്കാൻ സാധിക്കുന്ന കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ജോണി ഗർഗാനയുടെ ഹോം ടൗണിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ജോണി ഗർഗാനയെ മെയിൻ ഇവൻറ്റിൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് അവർ കാണിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബ്ലഡ് ലൈനെ ഒറ്റയടിക്ക് വമ്പൻ പുഷ് കൊടുത്ത് ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവരാനാണ് വേണ്ടിയിട്ടാണ് നിലവിൽ ട്രിപ്പിൾ എച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടക്കാൻ പോകുന്ന സമ്മർ സ്ലാമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ബ്ലഡ് ലൈൻ്റെ ഭാവി എന്ന് പറയുന്നത്. എന്തായാലും ടാഗ് ടീം ടൈറ്റിൽ ഇനി കുറച്ച് കാലത്തേക്ക് ബ്ലഡ് ലൈൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.